ഇടുക്കി ജില്ലയിലെ മുള്ളരിങ്ങ പ്രദേശത്ത് തേക്കിൻ തോട്ടത്തിൽ പശുവിനെ കൊണ്ടുവരാൻ പോയ ഒരു ചെറുപ്പക്കാരന് ദാരുണമായ അന്ത്യമുണ്ടായി. അത് വേദനാജനകമാണ്. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുക. ഇത് സംബന്ധിച്ച് ഉന്നതതല പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ഉണ്ടായത്, സംഭവം എവിടെയാണ് ഉണ്ടായത്, എങ്ങനെയാണ് ഉണ്ടായത്, വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുള്ള വീഴ്ച കൊണ്ടാണോ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്. അവിടുത്തെ MLA ബഹുമാനപ്പെട്ട PJ ജോസഫ് എന്നെ വിളിച്ചിരുന്നു. നിയമാനുസൃതം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുമെന്ന് ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് അവിടെയുള്ള മാധ്യമപ്രവർത്തകന്മാർ അറിയിച്ചതുപോലെ, മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ കഴിഞ്ഞ കുറേ മാസമായി അവിടെ ആനകൾ കാണാറുണ്ടെങ്കിലും മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്ന സ്ഥലമായതുകൊണ്ട് ചിലപ്പോൾ അത് ഹോട്ട്സ്പോട്ട് എന്ന ലിസ്റ്റിൽ പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ഹോട്ട്സ്പോട്ടിൽ പെടുത്തേണ്ട ഒരു സ്ഥലമാണ്. അങ്ങനെയാണെങ്കിൽ അതെന്താണ് ചെയ്യേണ്ടത്, അതിനുള്ള പ്രതിവിധി എന്താണ്? അവിടുത്തെ ആളുകൾ ഇപ്പോൾ പറയുന്നതായി മനസ്സിലാക്കിയത് സോളാർ ഫെൻസിങ് വേണമെന്നാണ്. പക്ഷേ ഇടുക്കി ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായി 5 കോടിയോളം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഫെൻസിങ് സ്ഥാപിക്കുന്നതിനുള്ള പൊതുവായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് ഈ സ്പോട്ട് ഇടുക്കി നമ്മൾ കേരളത്തിലെ 12 മൊത്തം ജില്ലകളെ 12 സ്പോട്ടുകളായി തിരിച്ച് അവിടെ ഒരു ഇൻറ്റൻസീവ് പ്രോഗ്രാമാണ് ഇപ്പോൾ നടപ്പിലാക്കാൻ ആലോചിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒന്ന് അതൊക്കെ നമ്മൾ പരിശോധിച്ച് നമുക്ക് ഒരു വിശദമായ റിപ്പോർട്ട് തന്നെ, കാരണം PJ ജോസഫിനെ പോലുള്ളൊരു വലിയ നേതാവ് ആ കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ അത് ഗൗരവത്തിൽ തന്നെ കാണുന്നതാണ്. നിയമാനുസൃതം എന്തെല്ലാം ചെയ്യേണ്ടതുണ്ടോ അതെല്ലാം ചെയ്യുന്നതിന് വനംവകുപ്പ് സന്നദ്ധമാണ്. ഇപ്പോൾ ഈ സ്ഥലം തന്നെ കണ്ടത് നേരത്തെ വേലി കെട്ടി ഫെൻസിങ് കെട്ടിയ സ്ഥലത്തോട്ട് പോകാതെ മറ്റു സ്ഥലത്തോട്ട് വന്നു എന്നാണ്. അതൊരു പ്രശ്നമാണ്. കാരണം ഇവിടെ നമ്മൾ ഒരു സ്ഥലത്ത് കെട്ടിയാൽ മറ്റു സ്ഥലത്തോട്ട് വരാൻ വന്യജീവികൾക്ക് കഴിയും. അപ്പോൾ വനം മുഴുവൻ അടച്ചുപൂട്ടി ഒരു സുരക്ഷാ മതിൽ കെട്ടുന്ന കാര്യത്തിലുള്ള പ്രായോഗികത നമ്മളും ആലോചിക്കണം. പക്ഷേ അതൊന്നും ആലോചിക്കേണ്ട സമയം ഇപ്പോഴല്ല. ഇപ്പോൾ വേണ്ടത് അവിടെ മരണം സംഭവിച്ചവരെ എങ്ങനെ ആശ്വസിപ്പിക്കാമെന്നുള്ളതാണ്. അതിനുള്ള മാർഗം എന്താണ് എന്നാണ് ആലോചിക്കുക. മുനിസിപ്പാട് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നുണ്ട് ഇപ്പം മോർച്ചറിക്ക് മുന്നിൽ. അപ്പം അതിനെ എങ്ങനെയാണ് സർക്കാർ? അതാണ് ഇപ്പോഴത്തെ പ്രശ്നം എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അത് ഗൗരവത്തിൽ തന്നെ ചർച്ച ചെയ്ത് നിയമാനുസൃതം എന്തെല്ലാം ചെയ്യാൻ സാധിക്കുമോ അതെല്ലാം ചെയ്യും. അവിടെ ഒരു 3.5 കിലോമീറ്ററുള്ള ഫെൻസിങ് ഉള്ളതെന്ന് പറഞ്ഞു. ഇനി ഒരു 13.5 കിലോമീറ്റർ ചില്ലറ ഫെൻസിങ് പണിയണമെന്ന് പറയുന്നത്. കിടങ്ങും വേണമെന്നാണ് നാട്ടുകാരുടെയൊക്കെ ആവശ്യം. മെമ്പർമാരൊക്കെ എങ്ങനെയാണ് പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഓരോ ജില്ലയിലും ഇത്തവണ നമ്മൾ നിർദ്ദേശം കൊടുത്തിരുന്നത് ഈ ഫെൻസിംഗ് ഒക്കെ സ്ഥാപിക്കുന്ന സ്ഥലം സംബന്ധിച്ച് പഞ്ചായത്ത് പ്രസിഡൻറ്റുമായി കൂടി ആലോചിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ പറയുന്നതിന് മുൻഗണനയുണ്ട് എന്ന് മാത്രമല്ല, ഈ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയുമായി ബന്ധപ്പെട്ട് നടത്തുന്നതുകൊണ്ട് തന്നെ കൃഷി വകുപ്പുമായി കൂടി ആലോചിച്ചാണ് എവിടെയൊക്കെയാണെന്ന് വേണ്ടത് പറയുന്നത്. അപ്പോൾ അതിലെന്തെങ്കിലും പോരായ്മയുണ്ടോ, ഇപ്പം ഇവിടെ നിന്നിട്ട് അതിൽ പോരായ്മ സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണല്ലോ അന്വേഷിക്കേണ്ടത്. ഏതായാലും വിശദമായി അന്വേഷിച്ച് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നിയമാനുസൃതം ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യും. കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെന്തെല്ലാം ചെയ്യേണ്ടത് എന്നീ കാര്യങ്ങളും തീർച്ചയായും ഗൗരവത്തിൽ തന്നെ ആലോചിച്ച് തീരുമാനമെടുക്കുന്നതാണ്. ഈ സോളാർ ഫെൻസിങ് പരിധി കൂട്ടും എന്നുള്ളത് അത് അടിയന്തരമായി തന്നെ ഉണ്ടാകുമോ? അങ്ങനെ എത്ര വേണം എന്തുകൊണ്ടാണ് വരാമെന്ന് അത് സ്കീമിൽ ഉൾക്കൊണ്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് ചെയ്യാമല്ലോ. സ്കീമിൽ ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ പ്രത്യേകമായി ഫണ്ട് കണ്ടുപിടിക്കുന്നത്. പക്ഷെ അതെല്ലാം ഇങ്ങനെ ഉദാസീനതയോടുകൂടി ലാഘവബുദ്ധിയോടുകൂടിയല്ല, യുദ്ധകാല അടിസ്ഥാനത്തിൽ തന്നെ അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കുന്നതാണ്.